ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിലമ്പൂർ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുന്നൂരിൽ നിന്നും മേട്ടുപ്പാളയം വരെയുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേയിലുള്ള യാത്രയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തെയും ഊട്ടിയെയും ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇത് നീലഗിരി മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു തീവണ്ടി പാതയാണ് ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പൈതൃക തീവണ്ടി എന്നും അറിയപ്പെടുന്നു. മണിക്കൂറിൽ ശരാശരി 10.4 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ തീവണ്ടി കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്തിൽ നിന്നും 46 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് ഈ വിനോദസഞ്ചാര തീവണ്ടി സഞ്ചരിക്കുന്നത്. 4.5 മണിക്കൂറാണ് സഞ്ചാര സമയം. ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായി ഇതിനെയും ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയും യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മലയോര തീവണ്ടി പാതകളിൽ ഏറ്റവും പുരാതനമായ പാതകളിൽ ഒന്നായ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1854 നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചത് 1899 മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗിച്ചായിരുന്നു ഈ പാതയിലെ ട്രെയിനുകൾ ഓടിയിരുന്നത്. 2005 ജൂലൈയിൽ യുനെസ്കോ നീലഗിരി മലയോര തീവണ്ടി പാതയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടുകൂടി ഈ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കപ്പെട്ടു. നീലഗിരി മൗണ്ടൻ റെയിൽവേ പാതയുടെ വീതി 1 മീറ്റർ ഗേജ് ആണ്. മേട്ടുപ്പാളയത്തു നിന്നും കുന്നൂരിനുമിടയ്ക്ക് തീവണ്ടി റാക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ് ഓടുന്നത്. ഇവിടുത്തെ റാക്ക് സിസ്റ്റം ആൾട്ടർനേറ്റ് ബയറിംഗ് ടീത്ത് രീതിയിലുള്ളതാണ്. ഇതിന് വലിയ കയറ്റങ്ങൾ കയറാൻ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ് ക്ലാസ്സിൽപ്പെടുന്ന എഞ്ചിനുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. 1918, 1950 കാലഘട്ടത്തിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നീരാവി ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരിയാണ് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നത്. ഒരു തവണ സർവീസ് നടത്താൻ ഈ തീവണ്ടിക്ക് ഏകദേശം 8000 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഇതിനായി ഭവാനി നദിയിൽ നിന്നുമാണ് വെള്ളം എടുത്തിരുന്നത്. അടുത്ത കാലത്തായി ചില എഞ്ചിനുകളിൽ തിരുച്ചിറപ്പള്ളിയിൽ ഗോൾഡൻ റോക്ക് റെയിൽവേ വർക്ക്ഷോപ്പിൽ രൂപപ്പെടുത്തി ഫർണസ് ഓയിൽ കൊണ്ട് നീരാവി ഉൽപ്പാദിപ്പിക്കുന്ന സ്വിറ്റ്സർലാൻഡിലെ 6 ലോക്കോമോട്ടീവ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഈ എൻജിൻ കോച്ചുകൾ റാക്ക് സിസ്റ്റത്തിൽ അല്ലാത്തതുമായ പാതകളിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പുതിയ ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന കോച്ചുകൾ മുകളിലുള്ള പാതകളിൽ കുന്നൂരിനും ഊട്ടിക്കും ഇടയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. റെയിൽവേ പാളത്തിന് നടുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പൽചക്രത്തിൽ കൊളുത്തിപ്പിടിച്ച് മല കയറാൻ കഴിയുന്ന റാക്ക് ആൻഡ് പിനിയൻ സങ്കേതമാണ് മലകയറ്റത്തിന് തീവണ്ടിയെ സഹായിക്കുന്നത്. പൽചക്രം ഉപയോഗിച്ച് കയറുന്ന പാതയും വണ്ടിയും റാക്ക് റെയിൽവേ ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ഉള്ളത്. 1891 തുടങ്ങി 1908 പൂർത്തിയാക്കിയ ഇതിൻ്റെ നിർമ്മാണം ബ്രിട്ടീഷ് നിർമ്മാണ വിദഗ്ധരാണ് നിർവഹിച്ചത്. മേട്ടുപ്പാളയത്തിൽ നിന്നുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് ഊട്ടിയിലേക്കുള്ള റെയിൽവേ പാത. 2011 റാക്ക് പാതയിൽ ദിവസേന 2 ട്രെയിനുകളാണ് ഓടുന്നത്. ഇത് മേട്ടുപ്പാളയത്തിൽ നിന്നും 7:10 പുറപ്പെട്ട് ഊട്ടിയിൽ 12 മണിക്ക് എത്തുന്നു. വൈകിട്ട് 2 ഊട്ടിയിൽ നിന്നും പുറപ്പെട്ട് 5:35 മേട്ടുപ്പാളയത്തെത്തും. ഇതുകൂടാതെ വേനൽക്കാല പ്രത്യേക തീവണ്ടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ട്. ഇത് മേട്ടുപ്പാളയത്തിൽ നിന്നും 9:30 പുറപ്പെട്ട് ഊട്ടിയിൽ 12:15 എത്തുന്നു. കുന്നൂരിനും ഊട്ടിക്കും ഇടയ്ക്ക് ദിവസവും 4 ട്രെയിൻ വീതം സർവീസ് നടത്തുന്നു. ഇത് നീലഗിരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിക്കുന്ന നീലഗിരി എക്സ്പ്രസുമായി സമയബന്ധിതമാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ നിർത്തിയ ഒരു സ്റ്റോപ്പാണിത്, ഹിൽ ഗ്രോവ്. യഥാർത്ഥത്തിൽ കുന്നൂര് കഴിഞ്ഞാലുള്ള 3ാമത്തെ സ്റ്റോപ്പാണിത്. പക്ഷേ ഈ തീവണ്ടിയിൽ ഇടയ്ക്ക് വെച്ച് ആളുകൾ കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് മറ്റു സ്റ്റോപ്പുകളിലൊന്നും കാര്യമായിട്ട് നിർത്തിയിട്ടില്ല.
ഹീൽഗ്രൂവ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ സ്റ്റീം എഞ്ചിനിലേക്ക് വെള്ളം നിറയ്ക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളും ചെക്കിങ്ങുകളും എല്ലാം നടത്തുന്നത് ഇവിടെ വെച്ചാണ്. യാത്രക്കാർക്ക് ഇവിടെ വെച്ച് റിഫ്രഷ്മെൻറ്റിനും ബാത്റൂമിലും എല്ലാം പോകാനുള്ള സൗകര്യമുണ്ട്. ഈ തീവണ്ടിപ്പാതയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ടിക്കറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിലും ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള ടിക്കറ്റ് വിതരണ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. ഇത് പൈതൃക സ്മാരകത്തിൻ്റെ സ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് വഴിയും ഈ പാതയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും അധികം ഇന്ത്യൻ സിനിമകളിൽ സ്ഥാനം പിടിച്ച തീവണ്ടിയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ ഒരു ട്രിപ്പിൽ യാത്ര ചെയ്യാവുന്ന ആളുകളുടെ എണ്ണം 250-ൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് കിട്ടുവാൻ വളരെ പ്രയാസമാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താൽ മാത്രം നീലഗിരി മൗണ്ടൻ റെയിൽവേയിലുള്ള ടിക്കറ്റ് ലഭ്യമാവുക. അതുകൊണ്ട് ഈ യാത്ര ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ ടിക്കറ്റ് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുക. നീലഗിരി മലയോര തീവണ്ടി മൊത്തത്തിൽ 46 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 208 വളവുകളും 16 ടണലുകളും 250 പാലങ്ങളുമുണ്ട്. മല കയറുന്ന യാത്ര ഏകദേശം 4.8 മണിക്കൂർ എടുക്കുന്നു. താഴേക്കുള്ള യാത്ര 3.6 മണിക്കൂർ എടുക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ചെരുവുകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാത. മേട്ടുപ്പാളയം മുതൽ കുന്നൂർ വരെ പാത കുത്തനെയുള്ള കയറ്റമാണ്. കൊടും കാടിനുള്ളിലൂടെയാണ് യാത്ര. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള കയറ്റം ഈ പാതയിലാണ്. മണിക്കൂറിൽ 13 കിലോമീറ്റർ മാത്രം വേഗപരിധിയിലാണ് ഈ തീവണ്ടി സഞ്ചരിക്കുന്നത്. മേട്ടുപ്പാളയം പിന്നിട്ട് കുറച്ചു ദൂരം കഴിഞ്ഞാൽ റാക്ക് ആൻഡ് പിനെയിൻ സംവിധാനം ഉപയോഗിച്ചാണ് തീവണ്ടി മല കയറുന്നത്. ഇത്രയും ദൂരം വളരെ പഴക്കം ചെന്ന ആവി എഞ്ചിൻ കൊണ്ടാണ് വണ്ടി ഓടുന്നത്. കുന്നൂർ എത്തും വരെ ഈ രീതി തുടരുന്നു. കുന്നൂർ മുതൽ ഊട്ടി വരെ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനുകളുടെ ദൈനംദിന അറ്റകുറ്റപ്പണികൾ പ്രധാനമായും നടക്കുന്നത് കുന്നൂറുള്ള സ്റ്റീം ലോക്കോമോട്ടീവ് ഷെഡിലാണ്. തിരുച്ചിറപ്പള്ളിയിലുള്ള ഗോൾഡൻ റോക്ക് വർക്ക്ഷോപ്പിലാണ് സ്റ്റീം എഞ്ചിനുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും നടക്കുന്നത്. മറ്റ് കാരേജ് കോച്ചുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മേട്ടുപ്പാളയം സ്റ്റേഷനിലാണ്. ഇതിൻ്റെ ജനപ്രീതി കൊണ്ടും സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കൊണ്ടും കുന്നൂർ ഊട്ടി ഭാഗവും സ്റ്റീം കോച്ചുകൾ ഓടിക്കാനുള്ള ആവശ്യം സദൻ റെയിൽവേയുടെ പരിഗണനയിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സദൻ റെയിൽവേ യാത്രക്കാർക്ക് വേണ്ട കണക്ഷൻ ട്രെയിനുകളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് രാവിലെ 5:15 ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് തീവണ്ടിയുണ്ട്. 6:10 തീവണ്ടി മേട്ടുപ്പാളയത്തെത്തും. ഇതുപോലെ തിരിച്ച് വൈകിട്ട് 7 ബ്ലൂ മൗണ്ടൻ മേട്ടുപ്പാളയത്തു നിന്നും പുറപ്പെട്ട് രാത്രി 8:20 കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും. നീലഗിരി മൗണ്ടൻ റെയിൽവേ ഏറ്റവും വേഗത കുറഞ്ഞ് ഓടുന്ന തീവണ്ടിയാണ് ഇന്ത്യയിൽ. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസൽ ചെയ്യപ്പെടുന്ന തീവണ്ടിയുമാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. മഴയും മറ്റ് കാരണങ്ങളും ഒക്കെ വരുമ്പോൾ, മണ്ണിടിച്ചിലും മറ്റ് കാരണങ്ങളുമൊക്കെ ഉണ്ടായി ഏറ്റവും കൂടുതൽ ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു തീവണ്ടി കൂടിയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. അതുകൊണ്ട് തന്നെ യാത്രക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾ യാത്രയ്ക്കായി തയ്യാറാകൂ. ഞങ്ങൾ ഈ യാത്രയ്ക്കായി IRCTCയുടെ മൊബൈൽ ആപ്പിലൂടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 2 മാസം മുമ്പാണ് ബുക്ക് ചെയ്തത്. എങ്കിലും ടിക്കറ്റ് ലഭിച്ചു. 2 ടിക്കറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ലഭിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ടിക്കറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും 6 മാസം മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യുക. ഈ യാത്രയ്ക്കായി കുന്നൂർ മുതൽ മേട്ടുപ്പാളയം വരെ ഒരാൾക്ക് 469 രൂപയായി. അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്നും കുന്നൂർ വരെ സാധാരണ ഡീസൽ ട്രെയിൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരാൾക്ക് 368 രൂപയായിട്ടുണ്ട്. അതുകൊണ്ട് നീലഗിരി റെയിൽവേയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക.